Hmm? Hi friends, welcome to Crack SSC CGL Mathematics. ഇന്ന് ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് SSC CGL 3rd March 2020 നടത്തിയ പ്രിലിംസ് പരീക്ഷയുടെ ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് 15 to 20 ആണ് ഞാൻ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ 15 ഞാൻ ഓൾറെഡി ബോർഡിൽ എഴുതിയിട്ടുണ്ട്. Question 15 നോക്കാം. A shopkeeper marks the price of the article in such a way that after allowing a discount of 28%, he wants a gain of 12%. If the marked price of the article is 224 rupees, find the cost price of the article. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സിലൂടെ ആൻസർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം marked price of the article is made in such a way that after allowing a discount of 28%, he wants a gain of 12%. അപ്പോൾ marked price എന്താണ്? Let marked price be MP. Marked price. അതായത് after allowing a discount of 28%, he still gets a gain of 12%. അപ്പോൾ മാർക്കറ്റ് പ്രൈസിന്റെ 28% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് വിൽ ബി 72/100 ഓഫ് മാർക്കറ്റ് പ്രൈസ്. പക്ഷേ സെല്ലിംഗ് പ്രൈസ് 28% ഡിസ്കൗണ്ടിൽ കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു 12% ഗെയിൻ വേണം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 112/100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് അറിയാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 72/100 ഓഫ് മാർക്കറ്റ് പ്രൈസ് ആണ്. Also we know that selling price is 112/100 of cost price. എന്തുകൊണ്ടാണ് ഈ 112/100 into cost price എന്ന് ഞാൻ എഴുതാൻ കാര്യം എന്ന് വെച്ചാൽ because he wants a gain of 12% and 12% is based on cost price. So market price നമുക്കറിയാം 224 rupees ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ cost price will be 72/100 multiplied by 100 divided by 112 into market price. ഈ ഇക്വേഷനിൽ നിന്നാണ് ഞാൻ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 72/100 into 100/112 into market price എന്ന ഇക്വേഷൻ അറേ ചെയ്തത്. 100 ക്യാൻസൽ ഔട്ട് ചെയ്യും. 72/112 into market price. ഇനി നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 224 rupees ആണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 224. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആദ്യമേ പ്രോബ്ലം ക്യാൻസൽ ചെയ്യരുത്. ഇക്വേഷൻ ഇങ്ങനെ ഫോം ചെയ്തിട്ട് ഏറ്റവും അവസാനമേ ക്യാൻസൽ ചെയ്യാവും. ഇപ്പൊ ഇവിടെ തന്നെ 72/100 into 224 എന്ന് എഴുതിയാൽ ഓൾറെഡി നമ്മൾ അത് പ്രോബ്ലം സോൾവ് ചെയ്താൽ പിന്നെ അത് ഈ പ്രോബ്ലം വളരെ ലെങ്തി ആവും. അപ്പൊ നമ്മൾ ഒരിക്കലും പ്രോബ്ലം ഒറ്റ അടിക്ക് തന്നെ ഇക്വേഷൻസ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വളരെ സ്ലോ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവും. വളരെ പേഷ്യൻ്റ് ആയിട്ട് വേണം ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യാൻ. 112 and 224 ക്യാൻസൽ ചെയ്ത് 2 ആവും ഇവിടെ നിന്ന്. സോ 72 into 2 which is nothing but 144. ചോയ്സിൽ നോക്കുമ്പോൾ ₹144 ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കാണാം. അപ്പോൾ ആൻസർ 144 ചോയ്സ് 1 ആണ്. ഈ പ്രോബ്ലം വളരെ ഈസിയാണ്. വളരെ പേഷ്യൻ്റ് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്താൽ ഈ പ്രോബ്ലം വളരെ വേഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ 16. If x is equal to 4 cos a plus 5 sin a and y is equal to 4 sin a minus 5 cos a, then the value of x square plus y square is. ഇതും SSC CGL പ്രിലിംസ് 3rd March 2020 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്. വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. കാരണം x square plus y square ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിനെയും സ്ക്വയർ ചെയ്യുക, വൈനെയും സ്ക്വയർ ചെയ്യുക. x square plus y square എന്താണെന്ന് വെച്ചാൽ
4 cos A plus 5 sin A the whole square plus 4 sin A minus 5 cos A the whole square. ഇതെന്താണെന്ന് വെച്ചാൽ ഇതെന്താ 4 cos A എന്ന് പറഞ്ഞാൽ 16 cos square A പ്ലസ് 5 sin A യുടെ സ്ക്വയർ എടുക്കുമ്പോൾ 25 sin square A പ്ലസ് 2 into 4 cos A into 5 sin A അതായത് 40 sin A cos A plus 4 sin A the whole square ആവുമ്പോൾ 16 sin square A. ഇത് ഈ പ്രോബ്ലം ചെയ്യുന്നത് a plus b the whole square is equal to a square plus 2ab plus b square എന്ന ഐഡന്റിറ്റി യൂസ് ചെയ്താണ് കേട്ടോ. അപ്പൊ അതനുസരിച്ചാണെങ്കിൽ 4 sin A the whole square 16 sin square plus 25 cos square A minus 40 sin A cos A. അപ്പൊ ഇതില് നമുക്ക് പ്ലസ് 40 sin A cos A മൈനസ് 40 sin A cos A ക്യാൻസൽ ഔട്ട് ചെയ്യാം. അതായത് അപ്പൊ പിന്നെ എന്താ ബാക്കി വരുന്നത് 16 cos square A plus 25 sin square A plus cos square. നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് sin square A plus cos square A is equal to 1 ആണ്. sin square A plus cos square A is equal to 1 എന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലോ 10th സ്റ്റാൻഡേർഡിലായിട്ട് പഠിച്ചു കഴിഞ്ഞു. So 16 into 1 plus 25 into 1 is equal to 40. നമ്മുടെ ചോയ്സ് നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് ചോയ്സ് 25, സെക്കൻഡ് ചോയ്സ് 0, തേർഡ് ചോയ്സ് 41 ആൻഡ് ഫോർത്ത് ചോയ്സ് 16. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ചോയ്സ് 3 ആണ് ആൻസർ 41. Question number 17. X, Y, Z are three integers such that x plus y is equal to 8, y plus z is equal to 13 and z plus x is equal to 17. Then find the value of x square by yz. 4 choices തന്നിട്ടുണ്ട്. 1 0, 2 1, 3 7 by 5 and 4 18 by 11. ഇതില് നമ്മൾ 3 equations തന്നിട്ടുണ്ട്. x plus y is equal to 8, y plus z is equal to 13 and z plus x is equal to 17. And we have to find 3 variables also. അപ്പോൾ 3 equation ഉണ്ട്, 3 variables ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഇക്വേഷൻസ് ആണ് സോൾവ് ചെയ്യുന്നത്. x plus y is equal to 8, y plus z is equal to 13 and z plus x is equal to 17. plus y is equal to 8 and z plus x is equal to 17. ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു, തേർഡ് ഇക്വേഷൻ എടുത്തു. ഇത് രണ്ടും മൈനസ് ചെയ്തു. z minus y is equal to 9 എന്ന് കിട്ടി. ഇനി ഞാൻ സെക്കൻഡ് ഇക്വേഷൻ y plus z is equal to 13 എന്നുള്ള ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുന്നു. y plus z is equal to 13 എന്ന ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. ഇതിൽ നിന്ന് 2z is equal to 22 or z is equal to 11 എന്നേക്ക് ആൻസർ കിട്ടും. ഇനി z ഇവിടെ ഓൾറെഡി 11 ആണെന്ന് അറിയാം. അപ്പൊ y എന്തായിരിക്കും? സെക്കൻഡ് ഇക്വേഷൻ 13 minus z. സെക്കൻഡ് ഇക്വേഷൻ ഒന്നുകൂടെ എടുത്തായിരുന്നു. y is equal to 13 minus z. അതായത് 13 minus 11 2. ഇനി ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എഴുതുന്നു. ഫസ്റ്റ് ഇക്വേഷനിൽ y നമുക്ക് 2 ആണെന്ന് അറിയാം. So x is equal to 8 minus y, that is 8 minus 2 6. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ബൈ വൈ സെഡ് ആണ്. നമുക്കിപ്പോൾ എക്സ് വൈ ഇസഡ് എല്ലാ വാല്യൂസും അറിയാം. സോ എക്സ് സ്ക്വയർ therefore x square by y z
is equal to x 6 ആണെന്ന് അറിയാം. So 6 into 6 divided by y is z. Y എന്താണ്? Y is 2 and z is equal to 11. അതായത് 18 ഇവിടെ 2 ക്യാൻസൽ ചെയ്യുന്നത് ഇവിടെ 3 ആവും. 18 by 11. നമ്മൾ നോക്കുമ്പോൾ ചോയ്സ് 4 എന്ന് പറഞ്ഞാൽ 18 by 11 ആണ്. അപ്പൊ ഇതാണ് ആൻസർ. ദിസ് ഇസ് ആൻസർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18 എന്താണെന്ന് പറഞ്ഞാൽ if x minus y is equal to 4 and xy is equal to 45 then the value of x cube minus y cube is dash. ഇതാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ചോയ്സ് 604 ഉണ്ട്, 822 ഉണ്ട്, 151 ഉണ്ട്, 82 ഉണ്ട്. അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് എന്താണ്? അപ്പൊ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് എന്നാൽ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഇതിപ്പോ നമുക്ക് എക്സ് മൈനസ് വൈ അറിയാം, അതേപോലെ എക്സ് വൈയും അറിയാം. പക്ഷെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്താണെന്ന് നോക്കാം. ഇതിന് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു, ഈ ടേമിന് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. അതായത് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. അപ്പോൾ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ആവും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2 into 45 അതായത് 90 വരും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ is equal to 16 plus 90 is equal to 106. ഇനി നമുക്ക് ഈ പ്രോബ്ലം നേരെ ഈ ഇക്വേഷനിലോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ എന്താ? എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് is equal to 4 into x square plus y square എന്ന് പറഞ്ഞാൽ 106 plus xy അതായത് 106 plus 45 എന്ന് പറഞ്ഞാൽ 151. 4 into 151 is nothing but 604. നമുക്ക് ചോയ്സിൽ 604 ചോയ്സ് നമ്പർ 1 തന്നെയാണ്. അപ്പൊ ഇതാണ് ഈ 604 ചോയ്സ് നമ്പർ 1 തന്നെയാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ കഴിയും. പക്ഷേ എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരിക്കും ഈ എക്സാമിലെ ഗെയിം ചേഞ്ചർ. Question number 19. The given table shows the number of cars in thousands of 5 different models A, B, C, D and E produced during years 2012 to 17. The percentage decrease in the production of which type of car in 2017 with reference to 2016 was the maximum? നമുക്ക് 4 ചോയ്സ് ഉണ്ട്. 1C, 2A, 3E and 4B. അപ്പോൾ the percentage decrease in the production of which type of car in 2017 ഇതാണ്. Percentage decrease in the production of which type of car in 2017 with reference to 2016 was the maximum. അപ്പോൾ നമുക്ക് 2012, 13, 14, 15 വരെ ഇഗ്നോർ ചെയ്യാം, നമുക്ക് അതിന്റെ ആവശ്യമില്ല. 16ൽ എത്ര കുറഞ്ഞത്? A 36 ന് 12 ആയി, അതായത് 24/36 ആണ് കുറഞ്ഞത്. പെർസെന്റേജ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ 24/36 into 100 ആണ്. നമുക്ക് ഇങ്ങനെ കാണാം. 2017-16 പീരിയഡ് നോക്കിയാൽ A എത്രയാണ്? A കുറഞ്ഞത് 24. 36 ന് 12 ആയി, അതായത് 24 കുറഞ്ഞു. എത്രയിൽ നിന്നാണ് 24 കുറഞ്ഞത്? 36 നിന്നാണ്. അപ്പൊ 24/36 into 100 അതായത് 2/3. ഇതിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2/3 അതായത് 66.67%. ബി നമുക്ക് ബി ഇവിടെ ആവശ്യമില്ല, നമുക്ക് എ കണ്ടുപിടിച്ചു. ഇനി സി കണ്ടുപിടിക്കാം. ചോയ്സിൽ കിടക്കുന്ന മാത്രം ചെയ്താൽ മതി, കാരണം നമുക്ക് ടൈം കൺസ്യൂം ചെയ്യേണ്ട കൂടുതൽ, വളരെ വേഗം കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യണം, ആൻസർ കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക്
സി എന്താണ്? 4 കുറഞ്ഞിട്ടുള്ളൂ. 44 നിന്ന് 40 കുറഞ്ഞതേ ഉള്ളൂ. അതായത് 4/44 which is nothing but 11%. സോറി 9.09% ആണ്. ഇനി ആക്ച്വലി നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഈ പെർസെൻറ്റേജിലൊന്നും എഴുതേണ്ട കാര്യമില്ല. 24/36 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എത്ര വലിയ പെർസെൻറ്റേജ് ആണെന്ന്. സി 4/44 വളരെ ചെറുതാണ്, ചെറിയ മൈന്യൂട്ട് ഇതാണ്. അപ്പൊ നമുക്ക് ഇതൊന്നും കാൽക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഫാസ്റ്റ് ആയിട്ട് മാത്സ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് മാത്രമാണ് 4/44 into 100 9.09 എന്ന് എനിക്ക് എഴുതാൻ കഴിയും. ഇനി ഈ എന്താണ്? 50 22 ൽ നിന്ന് 50ൽ നിന്ന് 28 ആയി. 50ൽ നിന്ന് 28 ആയി 22 കുറഞ്ഞു. എത്രയിൽ നിന്നാണ് 22 കുറഞ്ഞത്? 50ൽ നിന്നാണ്. 22/50 അതായത് 44%. നമുക്ക് പരീക്ഷയ്ക്ക് തന്നെ 20 out of 50 ആണെങ്കിൽ 40% എന്ന് അറിയാവുന്നതുകൊണ്ട് 44%. ഇനി B is equal to എത്രയാണ്? 38ൽ നിന്ന് 22 ആയിട്ട് കുറഞ്ഞു. അതായത് 16 ആണ് കുറഞ്ഞത്. എത്രയിൽ നിന്നാണ് 16 കുറഞ്ഞത്? 38ൽ നിന്നാണ്. അപ്പൊ നമുക്കറിയാം 16/32 ആണെങ്കിൽ 50% ആണ്. അപ്പൊ 16/38 ആണെങ്കിൽ അതെന്തായാലും 50%നും ലെസ് ആയിരിക്കും. 50%നും ലെസ് ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വന്നത് 2016 17 കമ്പയർ ചെയ്യുമ്പോൾ ഏതന്നെയാണ്? 66.6 ആണ് കുറഞ്ഞത്. അതായത് 36ൽ നിന്ന് 12 ആയിട്ട് വന്നത് ഭയങ്കര വലിയ ഷാർപ്പ് റിഡക്ഷൻ ആണ് വന്നത്. സോ the percentage decrease in the production of which type of car in 2017 with reference to 2016 was the maximum എന്ന് ചോദിച്ചാൽ നമുക്ക് A എന്ന് നിസ്സംശയം എഴുതാൻ കഴിയും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോജിക് ഒന്നും ഇല്ല, പക്ഷെ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഈ പെർസെൻറ്റേജ് ഒന്നും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം 24/36 വെരി ഹൈ, 4/44 വളരെ ലെസ് ആണ്, 22/50 അതും 24/36 മറികടക്കാൻ കഴിയത്തില്ല. 24/36 ബിഗർ ഫ്രാക്ഷൻ. D 16/30 അതും 50% താഴെയാണ് നമുക്കറിയാം. അപ്പൊ ആൻസർ A തന്നെയാണ്. A person sells an article at 10% below its cost price. Had he sold it for rupees 332 more, he would have made a profit of 20%. What is the original selling price of the article? ഈ പ്രോബ്ലം എങ്ങനെ അപ്രോച്ച് ചെയ്യാം? നമുക്കറിയാം a person sells an article at 10% below its cost price. So selling price is equal to 90/100 of cost price. Equation 1. ഇനി എനിക്കറിയാം had he sold it for rupees 332 more, he would have made a profit of 20%. അതായത് 90/100 of cost price, അതായത് സെല്ലിംഗ് പ്രൈസ്, അതിൽ നിന്ന് 332 റുപ്പീസും കൂടെ കൂട്ടിയിരുന്നുവെങ്കിൽ he would have made a profit of 20%. അപ്പൊ ഇങ്ങനെ എഴുതാൻ കഴിയും. He would have made a profit of 20%. 120/100 into cost price. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇതെങ്ങനെയാ ഒന്നുകൂടെ ഞാൻ പറയാം. സെല്ലിംഗ് പ്രൈസ് 90/100 ഓഫ് കോസ്റ്റ് പ്രൈസ് ആണെന്ന് ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് എനിക്ക് കിട്ടി. എനിക്കറിയാം 332 റുപ്പീസും കൂടെ എക്സ്ട്രാ പേ ചെയ്തിരുന്നുവെങ്കിൽ, എക്സ്ട്രാ മാർക്ക് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ആ പേഴ്സണിന് 120/100 ഓഫ് കോസ്റ്റ് പ്രൈസിൽ, അതായത് 20% ഗെയിനിൽ വിൽക്കാമല്ല. 20% ഗെയിൻ എന്ന് പറഞ്ഞാൽ 120/100 ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്നത്, ഈ ഇക്വേഷൻസ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരിക്കലും ഇമീഡിയറ്റ് ആയിട്ട് സോൾവ് ചെയ്യരുത്. മാക്സിമം ഡിലേ ചെയ്യുക ആ സോൾവിങ്ങിന്, സോ ദാറ്റ് നമുക്ക് എവിടെയെങ്കിലും വാല്യൂസ് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഈ 90/100 ഓഫ് കോസ്റ്റ് പ്രൈസിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അതായത് 30/100 ഓഫ് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 332. അതായത് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 332
into 100 by 30. ഇതാണ് ഇക്വേഷൻ 3. ഇനി ഫസ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇനി സോൾവ് ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ പുറത്തെടുത്തു. 90 by 100 ഓഫ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിന്റെ അവിടെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 3 തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 90 by 100 into 332 into 100 by 30. ഇനി നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. ഈസിയാണ്. നേരത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് നേരത്തെ ഞാൻ സോൾവ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെയും ടൈം കുറേ എടുക്കും സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ 100 ഇവിടെ ക്യാൻസൽ ചെയ്തു, ഇവിടെ 100 ക്യാൻസൽ ചെയ്തു. 90 30 ഇവിടെ 3 വന്നു. അപ്പോൾ 332 ഇവിടെ 3. 332 into 3 എന്ന് പറഞ്ഞാൽ 996 ആണ്. അപ്പോൾ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 996. ഇവിടെ ചോയ്സ് 2 മാത്രമാണ് 996. So this is the answer. So choice 2 is the answer. Thank you.